ദേശാഭിമാനി മുഖപ്രസംഗം മാർച്ച് 11, 2025. ക്രിക്കറ്റിൽ ഇന്ത്യൻ ഓർക്കസ്ട്ര. 11 പേർ ചേർത്തൊരുക്കിയ മനോഹരമായ ഓർക്കസ്ട്ര, അല്ലെങ്കിൽ വീണ്ടും കേൾക്കാൻ കൊതിക്കുന്നൊരു സംഘഗാനം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യൻ വിജയത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ദുബായ് അതിന് വേദിയായി. അറബ് മണ്ണിൽ മുഴങ്ങിയത് കേവലമൊരു വിജയത്തിൻ്റെ ആരവമല്ല, മറിച്ച് ക്രിക്കറ്റിൽ ഇന്ത്യ തുടരുന്ന സർവാധിപത്യത്തിൻ്റെ കാഹളമായിരുന്നു. ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് കീഴടക്കി. ഒറ്റക്കളിയും തോൽക്കാതെയാണ് രോഹിത് ശർമ്മയും സംഘവും രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC ടൂർണമെൻറ്റിൽ വിജയക്കൊടി നാട്ടിയത്. 3ാം തവണയാണ് കിരീട നേട്ടം. കായിക രംഗത്ത് ഇന്ത്യക്ക് അപൂർവമായി കിട്ടുന്നതാണ് സംഘബോധവും സർവാധിപത്യവും. തോറ്റുപോകുന്ന കളികളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഓരോ ചെറുവിജയവും ഇന്ത്യൻ മനസ്സിനെ അത്രമേൽ ആഹ്ലാദിപ്പിക്കുന്നു. ക്രിക്കറ്റിൽ കളത്തിനകത്തും പുറത്തും ഇന്ത്യ അജയ്യ ശക്തിയായി മാറിയിരിക്കുന്നു. പരിമിത ഓവർ ക്രിക്കറ്റിൽ കുറച്ചു കാലമായി സ്ഥിരതയാർന്ന പ്രകടനമാണ്. 50 ഓവറിലും 20 ഓവറിലും മേൽക്കൈയുണ്ട്. 2 വിഭാഗത്തിലും 1ാം റാങ്ക്. 2023 ഏകദിന ലോകകപ്പിൽ റണ്ണറപ്പായ ടീം 2024 T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരായി. 8 മാസത്തിനിടെ 2ാം കിരീടമാണിത്. ചരിത്രത്തിലെ 7ാം ICC കിരീടമാണ് പുരുഷ ടീം നേടുന്നത്. 1983, 2011 ഏകദിന ലോകകപ്പും 2007, 2024 T20 ലോകകപ്പും സ്വന്തമാക്കി. ചാമ്പ്യൻസ് ട്രോഫി 2002, 2013, 2025 എന്നിങ്ങനെ 3 തവണ കരസ്ഥമാക്കി. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി നേടുന്നത്. ഇക്കുറി പാകിസ്ഥാനായിരുന്നു വേദി. രാഷ്ട്രീയ കാരണങ്ങളാൽ പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. അതിനാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലായിരുന്നു. ഏത് സാഹചര്യവും നേരിടാൻ കരുത്തുള്ള സന്തുലിതമായ ടീമായിരുന്നു. ആഴമേറിയ ബാറ്റിംഗ് നിരയ്ക്ക് സ്പിന്നർമാർ കൂട്ടുപോയപ്പോൾ ആർക്കും തോൽപ്പിക്കാനായില്ല. കുറച്ചുകാലമായി ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ താളവും കൂട്ടായ്മയും കളത്തിൽ പ്രതിഫലിച്ചു. മുതിർന്ന അംഗങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കുമൊപ്പം ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും KL രാഹുലും വരുൺ ചക്രവർത്തിയുമൊക്കെ അണിനിരുന്നു. ഒരിക്കൽ കൂടി സ്പിൻ ബൗളർമാരെ ആശ്രയിച്ചാണ് വിജയം. സെമിയും ഫൈനലും കളിച്ചത് 4 സ്പിന്നർമാരുമായാണ്. പാകിസ്ഥാനെതിരെ കോഹ്ലിയും ന്യൂസിലൻഡിനെതിരെ രോഹിത്തും നടത്തിയ പ്രകടനം അവരുടെ പ്രതിഭ ഓർമ്മപ്പെടുത്തുന്നു. പേസ് നിരയിലെ വജ്രായുധമായ ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പുറത്തായിട്ടും ബൗളിങ്ങിനെ ബാധിച്ചില്ല. കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടുന്നത് 1983-ലാണ്. രാജ്യത്ത് ക്രിക്കറ്റ് പ്രചരിക്കുന്നതിൽ ഈ വിജയം വഹിച്ച പങ്ക് ചെറുതല്ല. ഐതിഹാസിക നേട്ടത്തിന് 4 പതിറ്റാണ്ടിന് ശേഷമുള്ള ക്രിക്കറ്റ് രൂപത്തിലും ഭാവത്തിലും അവതരണത്തിലും ഏറെ മാറിയിരിക്കുന്നു. ഇന്ന് വിപണിയുടേതുകൂടിയാണ് ക്രിക്കറ്റ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ കാലമാണ് ഇനി. പുതിയ സീസൺ 22-ന് തുടങ്ങും. ലോകത്തെ സമ്പന്നമായ കായിക സംഘടനകളിൽ ഒന്നായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI മാറിയത് IPLന്റെ വരവോടുകൂടിയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 20,686 കോടിയാണ് BCCയുടെ വരുമാനം. അത് മുൻവർഷത്തേക്കാൾ 4,200 കോടി കൂടുതലാണ്. ക്രിക്കറ്റ് ബോർഡുകളിൽ BCCIയെ വെല്ലാൻ ആളില്ല. സാമ്പത്തിക ശേഷിയിൽ 2ാമതുള്ള ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ വരുമാനം 658 കോടിയാണ്. പാകിസ്ഥാൻ്റേത് 458 കോടിയാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റേത് 75 കോടി മാത്രം. ICCയിൽ BCCIക്കുള്ള സ്വാധീനത്തിന് വേറെ കാരണം അന്വേഷിക്കേണ്ടതില്ലല്ലോ. വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് IPLാണ്. സംപ്രേഷണാവകാശവും സ്പോൺസർഷിപ്പുകളും പണം വാരാനുള്ള വഴികളാണ്. IPL സംപ്രേഷണാവകാശം 5 വർഷത്തേക്ക് ഡിസ്നി സ്റ്റാർ വയാകോം 18 സ്വന്തമാക്കിയത് 48,390 കോടി രൂപയ്ക്കാണ്. 2024 IPL മത്സരങ്ങൾ ടെലിവിഷനിൽ കണ്ടത് 54.6 കോടി പേരാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി 62 കോടി പേരും. അത് മുൻവർഷത്തേക്കാൾ 18% കൂടുതലാണ്. അടുത്ത സീസൺ ആരംഭിക്കാനിരിക്കെ എല്ലാ കണക്കുകളും വീണ്ടും മാറിമറിയുമെന്ന് ഉറപ്പാണ്. തൽക്കാലം ഈ കണക്കുകൾ വിട്ട് IPL മത്സരങ്ങൾ ആസ്വദിക്കാം. സിക്സറുകളും ഫോറുകളും പേമാരി പോലെ പെയ്യുമ്പോൾ സാധാരണ ക്രിക്കറ്റ് പ്രേമിക്ക് അതല്ലാതെ എന്തു വഴി?